ചില സ്റ്റേജ് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ആൾക്കാർ ജനങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ തല്ലുമെന്ന് പറയുന്നത് അതുപോലത്തെ കോമഡി പറയും. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ആരാധനാപാത്രം പോലെ ആയിരുന്നു അച്ഛൻ. കാരണം അതിനിടയ്ക്ക് മക്കൾക്കൊന്നും സാധനമില്ല, അവർ തമ്മിൽ ആണ് എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നുമില്ല, അവരങ്ങനെയാണ്. അത്ര അടുത്തൊരു ബന്ധമാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും വ്യായാമമൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പം അച്ഛനെ സംബന്ധിച്ച് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഒന്നും കരുതിയിട്ടില്ല, ഒരു സേവിങ്സും ഇല്ല. പിന്നെ പുള്ളിക്ക് കിട്ടുന്ന എത്രയോ എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അപ്പോഴേ അത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്നോട് പറയുകയാണ്, ഞാൻ കോട്ടയം മാർക്കറ്റിൽ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന, പിന്നെ ബാർബർ ഷോപ്പ് മുടിവെട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കടത്തന്നെ കിടന്ന് വളർന്ന് വന്നയാളാണ്. അപ്പം എനിക്ക് കടത്തന്നെ കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെയായിരുന്നു അദ്ദേഹം? ഒരു മരുമകൾ എന്നുള്ള കൺസിഡറേഷനിലായിരുന്നോ? അല്ല, മോളാണ്. അച്ഛൻ എന്റെ പേര് വിളിക്കത്തില്ല, എന്റെ മകളെന്നേ വിളിക്കുള്ളൂ. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ എനിക്ക് അച്ഛൻ ഞാനിവിടെ വന്നപ്പോ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും എവിടെയോ പരിപാടിക്ക് പോയേക്കുവാന്നൊരു ചിന്തയാണ്. അങ്ങനെ ഒരു തോന്നലാണ്. വിളിച്ചിട്ട് നേരെ കയറി ചെല്ലുന്നു, റൂമിൽ ചെന്ന് കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് മറ്റേ തലമുണക്കേടി പൈസയൊക്കെ ആണ്, അതൊക്കെ എടുത്ത് കൈ തരും. പക്ഷെ അത് ആരും പറഞ്ഞില്ലായിരുന്നു. അത് അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം ആസ്ത്രി ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ വല്ലാണ്ടായിപ്പോയി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് പേരൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് മലയാളികൾക്കെല്ലാം ഏറെ പരിചിതനായ ഒരു വ്യക്തിയുടെ വീടാണ്. നമുക്ക് പാരഡി ഗാനത്തെയും ഹാസ്യ കഥാപ്രസംഗത്തെയും പരിചിതമാക്കിയ അനശ്വരനായ ശ്രീ BD രാജപ്പൻ്റെ സ്വന്തം വീടാണ് ഈ കാണുന്നത്. (2016) മാർച്ച് 24 അദ്ദേഹം നമ്മെ വിട്ടുപോയത്. 10 വർഷമായിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലെത്തി ഈ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏതാനും ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീട്ടിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണുള്ളത്, രാജേഷ്. BD രാജപ്പന് 2 ആൺമക്കളാണുള്ളത്, രാജേഷും രാജീവും. ഈ രാജേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയത്. എന്തായാലും ഈ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ വേർപാടിൻ്റെ ഒരു നൊമ്പരം ഉള്ളിലുണ്ടെങ്കിലും അദ്ദേഹം പാടിയ പാരഡി ഗാനങ്ങളും അദ്ദേഹം പറഞ്ഞ ഹാസ്യ കഥാപ്രസംഗത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയ ചിരിയും മനസ്സിലൂടെ കടന്നു പോകുന്നു. എന്തായാലും ഒരല്പസമയം അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ രാജേഷുമൊത്തിരിക്കാം എന്ന് കരുതുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. ഓക്കെ, ഞാൻ എന്തായാലും രാജേഷിനെ വിളിക്കുകയാണ്. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. രാജേഷ് അകത്തുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വിളിക്കാം. രാജേഷേ, വാ. ഹായ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. വേറെ പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നു. രാവിലെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഞാൻ വരുമെന്ന് വിചാരിച്ച് എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വന്നാ. അതെ, ശരി. ഞാൻ എന്തായാലും ആ ക്യാമറ എടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ. ആയിക്കോട്ടെ. ശരി. രാജേഷേ, എന്റെ ഈ വരവ് കൊണ്ട് രാജേഷിന്റെ ഏതെങ്കിലും കാര്യത്തിന് മുടക്കം വന്നോ? ഒരു മുടക്കം വന്നിട്ടില്ല. സന്തോഷം. പറഞ്ഞോണ്ട് ഇപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു. അതെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതെ. എന്തായാലും മഴക്കോള് വരുന്നു, ലൈറ്റും കുറഞ്ഞു വരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ രാജേഷുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം. 10 വർഷമായി അല്ലേ? 10 വർഷം അദ്ദേഹം പോയിട്ട്. അതിനുമപ്പുറം ഞാൻ മറ്റൊരു വിവരം അറിഞ്ഞു. അതാണ്, ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, ചിലത് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ അമ്മ മരിച്ച വിവരം ഞാൻ ഇവിടെ വന്നപ്പോൾ രാജേഷ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 14 അതായത് 8 മാസം അല്ലേ? 8 മാസമായി. അമ്മയും സുഖമില്ലാതെ. അമ്മയ്ക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അത് നേരത്തെ പോലെ കുറേ മെഡിസിനൊക്കെ, പണ്ടൊരു ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ആരംഭം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ 1-2 മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. ഈ മെഡിസിൻ കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് കിഡ്നിക്ക് പ്രശ്നം വന്നത്. അപ്പം നമ്മളത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നോക്കിയപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഡാമേജ്ഡാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏതാണ്ട് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്. 6 മാസം ട്രീറ്റ്മെൻറ്റ് നടന്നുള്ളൂ. അറിഞ്ഞ് 6 മാസമായപ്പോൾ ഏകദേശം
ഏറെക്കുറെ മൊത്തം ഡാമേജ് ആയിരുന്നു. ഓ. ഒന്നും പറ്റാത്തൊരു സ്റ്റേജ് ആയിട്ട്. അപ്പൊ പിന്നെ പ്രായം 64 വയസ്സുണ്ടായിരുന്നു. ആ. അച്ഛൻ ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നോ താമസം? ഇവിടെ തന്നെ ആയിരുന്നു. ആ. ഇവിടെ അതായത് എന്റെ ഓർമ്മ വെച്ചാൽ ഇവിടെയാണ് ഇവിടെ തന്നെ. പേര്. ആ വീടും ഇങ്ങനെയൊക്കെ തന്നെ വീട് ഇതല്ലായിരുന്നു. വീട് വേറൊരു വീടായിരുന്നു. ആ വീട് പണ്ട് വിറ്റു. അതായത് ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം പിന്നെ ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ച് വേറെ വീട് വെച്ചതാണ്. എങ്ങനെയായിരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു രീതി? കാരണം ഹാസ്യകഥാ പ്രസംഗം, പാരഡി ഗാനം, എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു അച്ഛൻ. എനിക്ക് തോന്നുന്നു അതിലും കൂടുതലായിരിക്കും ചിലപ്പോൾ വീട്ടിൽ. അതുകൊണ്ടുള്ള പരിപാടിയായിരുന്നു. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ വരും. എല്ലാം ഒരു തമാശ രീതി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒന്നും ഒരു സീരിയസ് ആയിട്ട് കാണുന്ന രീതിയൊന്നുമില്ല. അപ്പൊ എല്ലാരും വരുന്നു, അവരും കൂടുന്നു. എപ്പോഴും വീട്ടിൽ ചിരിക്കായിരുന്നു പ്രാധാന്യം കൊടുക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാരണം കൂടുതൽ സമയം വീട്ടിലില്ല. ആ സമയം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുഷ്കര കാലമായിരുന്നു പറയാം അല്ലേ? ഒരുപാട് സമയം വീട്ടിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആഴ്ച 2 ദിവസമൊക്കെ. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ വന്നാലും ഈ പ്രോഗ്രാം കഴിഞ്ഞ് വിടുന്നതുകൊണ്ട് ഉറക്കത്തിലായിരിക്കും. നൈറ്റ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം നിങ്ങൾക്ക് കാണാനൊന്നും കിട്ടില്ലായിരുന്നു. കാണാം, ഉറങ്ങിക്കിടക്കണം. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുമ്പോൾ ആളില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിക്കിടപ്പുണ്ട്. ആളുണ്ട്, ഉറക്കാൻ. കാരണം അല്ലാതെ പറ്റില്ലല്ലോ. കാരണം ഒരു ദിവസം 3 പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു 1 മാൻ ഷോ ആണല്ലോ ഈ സംഭവം എന്ന് പറയുന്നത്. രാജേഷ് MG യൂണിവേഴ്സിറ്റി എവിടെ? ഞാനിവിടെ അതിരമ്പുഴ MG യൂണിവേഴ്സിറ്റി. ഓക്കെ. ഇവിടെ ഇപ്പൊ ആരാ താമസിക്കുന്ന? രാജേഷും ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അനിയനൊക്കെ ഇപ്പൊ ഡൽഹിയിലാണ്. ഡൽഹിയിലാണോ? ഡൽഹിയിൽ അനിയൻ. ഞാൻ അറിഞ്ഞ ദോഹയിലായിരുന്നു എന്നാണ്. അവിടെ നിന്ന് അവൻ നിർത്തി പോകുന്നത്. നേഴ്സല്ലേ പുള്ളി? നേഴ്സാ. അവനിപ്പോ ഡൽഹി മാക്സ് ഹോസ്പിറ്റലിന്റെ അവിടെ OT-യിൽ ഹെഡായിട്ട് ഉറക്കി. ഓ, അത് ശരി. ഓക്കെ. അദ്ദേഹത്തിന്റെ ഫാമിലി വൈഫ് അവിടെ എയിംസിലാണ്. ഓക്കെ. അപ്പോൾ അവരുടെ ജോലി അവിടെ ആയതുകൊണ്ട് അനിയനും ഒക്കെ അവിടെ തന്നെ. ഇവർ രണ്ടുപേരും ഇപ്പൊ അവിടെ ഡൽഹിയിൽ തന്നെ. അതെയോ? ഇവിടെ ഒത്തിരി സ്ഥലം, വളരെ നല്ല ഒരു സ്ഥലം ഞാൻ ഇതിന്റെ പുറവശത്ത് കണ്ടു. നമുക്കൊന്ന് ചുമ്മാ അങ്ങോട്ട് പോയാൽ നടക്കുന്നതിനോടൊപ്പം കാര്യങ്ങളും പറയാമല്ലോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ലൈറ്റിന്റെ ഒരു കുറവുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് നടക്കാം. ഓക്കെ. ഇതാണ് രാജേഷിന്റെ ഫാമിലി. ഇനി ഒരാൾ കൂടി ഉണ്ട്. അദ്ദേഹം പുറത്തേക്ക് പോയി. രാജേഷിന്റെ മകൻ അമിതാഭ് ഇപ്പൊ വരുമെന്നാണ് പറഞ്ഞത്. ചെറുതിൽ നിന്ന് തുടങ്ങാം. മോളുടെ പേരെന്താ? ഹർദിക. ആഹാ. ആരിട്ടതായി പേര്? അച്ഛൻ. ഓക്കെ, കൊള്ളാം. നൈസ് നെയിം. പിന്നെ വാമഭാഗത്തിന്റെ പേര്? മഞ്ജുഷ. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. വി.ഡി. രാജപ്പന്റെ മരുമകളാണ്. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അദ്ദേഹം? ഒരു മരുമകൾ എന്നുള്ള കൺസിഡറേഷനിലായിരുന്നോ? അല്ല, മോളാണ്. അച്ഛൻ എന്റെ പേര് വിളിക്കത്തില്ല, എന്റെ മകളെന്നേ വിളിക്കുള്ളൂ. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ എനിക്ക് അച്ഛൻ ഞാനിവിടെ വന്നപ്പോ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും എവിടെയോ പരിപാടിക്ക് പോയേക്കുവാന്നൊരു ചിന്തയാ. അങ്ങനെ ഒരു തോന്നലാണ്. ഓക്കെ. പിന്നെ ഇപ്പൊ അമ്മയും കൂടെ പോയി. അമ്മ ഇങ്ങനെ തന്നെ. അമ്മയും മരിച്ചെന്ന് എന്റെ മനസ്സിലില്ല. അമ്മ ഡൽഹിയിൽ ഡൽഹി പോവും, കുറച്ച് നാൾ ഇവിടെ നിൽക്കും, ഡൽഹി അങ്ങനാണ്. അപ്പൊ എന്റെ മനസ്സിൽ അമ്മ ഡൽഹിയിലാണെന്നാണ്. ഇനി ഞങ്ങള് ഈ വീടിന്റെ തൊട്ടപ്പുറത്തൊരു നല്ല നെൽപ്പാടം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടൊന്ന് പോവാം. അവിടെ നിന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. നോക്കി ഈ വണ്ടി പോ. ഇത് ആരുടെയാ? ഇത് വൈഫിന്റെ. വൈഫ് വണ്ടി ഉണ്ട്. റെന്റ് കൊടുക്കുന്ന. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടുഭരണം മാത്രമേ ഉള്ളൂ എന്ന്. മോളും വരുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ ആ പറഞ്ഞ വയലിൻ്റെ കരയ്ക്കെത്തി. ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങളിത് ഈ ഓട്ടോ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒതുക്കി നിർത്തി. രാജേഷ് ഇവിടെ ഉണ്ട്. രാജേഷേ, അച്ഛൻ ഇവിടെയൊക്കെ കൊണ്ടുവരുമായിരുന്നോ? പിന്നെ നമുക്കിവിടെ പാടമുണ്ട്. ഇവിടോ? ഉണ്ട്. ഇവിടെ അങ്ങേറ്റത്തുണ്ട്
അതിനപ്പുറത്ത് കുറച്ച് പാടങ്ങളൊക്കെ. നിങ്ങളുടെ ചെറുപ്പകാലമൊക്കെ ഇവിടെ ആയിരുന്നു? അതെ അതെ, നമ്മളെ കൃഷി ഉണ്ടായിരുന്നു. അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. കൃഷിയൊക്കെ ചെയ്യോ? ഉണ്ടായിരുന്നു. അതിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നോ? സമയമല്ലെങ്കിലും ചെയ്യും. ആണോ? അത് പണ്ട് പോലെ ഉള്ളതാ. അത് ശരി. നിങ്ങളുടെ പഠിത്ത കാര്യത്തിൽ ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിയുമ്പം ചോദിക്കും, മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചോദിക്കുമ്പം ഞങ്ങളോട് ചോദിക്കും എത്രാം ക്ലാസ്സിലാന്ന് പഠിക്കുന്നത്. ആര് ചോദിക്കും? അച്ഛൻ ചോദിക്കും. മറന്നു പോകുന്നു അല്ലേ? അറിയത്തില്ല. രേഷ, നമുക്കൊന്ന് ഇത്തിരി ഒന്ന് നടന്നാലോ? നടക്കാം. വല്ലാതെ ഇരുട്ട് വീണു. സമയം. അച്ഛൻ ഈ കഥാപ്രസംഗമൊക്കെ എഴുതുന്നതൊക്കെ ഇവിടെ വീട്ടിൽ ഇരുന്ന് തന്നെയായിരുന്നോ? അത് വീട്ടിൽ ഇരുന്ന് തന്നെയായിരുന്നു. ആണോ? പിന്നെ എവിടെ ഞാൻ വായിച്ചിരുന്നു, ആലപ്പുഴ അല്ല, കോട്ടയത്ത് ഒരു ലോഡ്ജിലോ മറ്റോ പോയിട്ട് പേപ്പറും പേനയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും, അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഞാൻ എവിടെ വായിച്ചു. അതുണ്ടായിരുന്നു. കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. അവിടെ കുറേ ആളുകൾ വരുന്ന. പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ തന്നെ ഈ ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത് മുഴുവൻ ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ മിക്ക കഥാപാത്രങ്ങളും നമ്മുടെ നാട്ടുകാർ തന്നെയൊക്കെയാണ് ഈ കഥാപ്രസംഗത്തില്, അച്ഛൻ്റെ കഥാപ്രസംഗത്തില്. അവരെ അങ്ങ് മൃഗങ്ങളും പക്ഷികളും വാഹനവും ഒക്കെ ആക്കും അല്ലേ? അവര് അങ്ങനെ ഈ ഒരുപാട് പേരുടെ ഒരാൾ വീട്ടിൽ വന്ന് വേളം വെച്ചിട്ടുണ്ട്. അതെന്തിനാ? അത് പുള്ളിയുടെ പേര് ഭാസ്കരൻ എന്നായിരുന്നു. പുള്ളിയുടെ മെക്കാനിക്കായിരുന്നു. ഇവിടെ അടുത്ത് ഉണ്ടായിരുന്നു. ആള് മരിച്ചുപോയി. ആ പുള്ളിയുടെ പേര് വെച്ചിട്ടാണ് അക്കടിപ്പാക്കർ എന്ന് പറഞ്ഞ ഒരു കഥ എഴുതി. അപ്പൊ അതിന് പുള്ളി വീട്ടിൽ നിന്ന് ഇവരൊരുമിച്ചെന്ന് കമ്പനി കൂടുന്ന ആൾക്കാരായിരുന്നു. അത് ശരി. അപ്പൊ അതിനിടയ്ക്ക് കിട്ടിയ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പുള്ളിയെ കുറിച്ച് കഥ എഴുതി. ആ കഥ ഭയങ്കര ഹിറ്റായി. അങ്ങനെ പാക്കർജറിന്റെ ഹിറ്റായി. അപ്പൊ ഈ കഥ എഴുതുന്ന സമയത്ത് അതിരുന്ന് പറയുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നോ? ഉണ്ട്. അത് അതിനകത്ത് വേണ്ട ഈ തിരുത്ത് വരും. വീട്ടിലെ അതായത് വീട്ടിൽ നിന്ന് നടക്കാൻ പോകും. നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. പക്ഷെ ഇതെന്നാ നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അതുപോലെ എഴുതി വെക്കുന്നു. പിന്നീട് അത് സോർട്ട് ചെയ്ത് വരുമ്പോഴാണ് ആ പോയ സമയത്ത് കിട്ടിയ ഒരു സിറ്റുവേഷൻ അതിനകത്ത് എഴുതി വെക്കും. അതിനൊരു നമ്പർ വിടും. അപ്പോൾ ഈ സോർട്ട് ചെയ്ത് പിന്നീട് ഈ പേപ്പറെല്ലാം കൂടെ ഏകദേശം ഒരു കെട്ട് കാണും. ഇത് സോർട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് വേണ്ട ഭാഗം പുള്ളി തന്നെ വെട്ടി വൃത്തിയായിട്ട് വേറെ എഴുതും. അപ്പം അങ്ങനെ ഒരു 3-4 ട്രിപ്പ് എടുത്തു കഴിയുമ്പോൾ ഒരു കഥയായിട്ട് മാറും. എഴുതുന്നത് എങ്ങനെ? ഒരു മുറിക്കകത്ത് കയറി ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയല്ല. വീടിൻ്റെ തിണ്ണയിരിക്കും. തിണ്ണയിരുന്നിട്ട് ബീഡി വലിക്കും, കാപ്പിയും കുടിക്കും. അങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ള സമയം അങ്ങനെ എഴുത്തൊന്നുമില്ല. എഴുതുമ്പോൾ സമയത്ത് എഴുതുന്ന ഏകദേശം ഒരു മാസമെങ്കിലും എടുക്കും. ആ ഒരു മാസത്തേക്ക് എഴുത്ത് തന്നെ ആയിരിക്കും. അന്നേരം വേറെ ആരും ശല്യം ചെയ്യാനൊന്നും പാടില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ശല്യം ചെയ്യുന്ന അത് കുഴപ്പമില്ല. പുള്ളി ഈ ശല്യം ചെയ്യുന്നില്ല. പുള്ളി ആ സമയത്ത് ഈ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. ആളുകളെ വീട്ടിൽ വരുന്ന ആൾക്കാരെ, അവരുടെ ചലനങ്ങളും അവരുടെ വായിൽ നിന്ന് വരുന്ന സംഭാഷണവും അതെല്ലാം ഉള്ളതാ. ഇതൊക്കെ അതിനകത്ത് കഥാപാത്രങ്ങളാണ്. ഏത് ഈ പോകുന്നു? ചേട്ടാ ഒന്ന് നിന്ന്. എന്താ പേര്? ഏത് കഥാപ്രസംഗത്തിലെ കഥാപാത്രോ? പിന്നെന്താ? ഓക്കെ. അങ്ങനെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ആയിരുന്നു പലപ്പോഴും കഥാപ്രസംഗത്തിലെ അല്ലേ? കൂടുതലും അമ്മയുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതൊരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതിനും അപ്പുറമുള്ള ഒരു ബന്ധമായിരുന്നു അല്ലേ? സുലോചന. പക്ഷെ രാപ്പൻ ചേട്ടൻ വിളിക്കുന്നത് സുലോമാന്നോ അങ്ങനെ എന്തോ? സുലോമാൻ അല്ലേ? ഇടയ്ക്ക് സുൽമി എന്നൊക്കെ വിളിക്കും. അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ആരാധനാപാത്രം പോലെ ആയിരുന്നു അച്ഛൻ. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ ആയിരുന്നു അവര് തമ്മിൽ. കാരണം അതിനിടയ്ക്ക് മക്കൾക്കൊന്നും സാധനമില്ല. അവര് തമ്മിൽ ആണ് എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നുമില്ല. അവരങ്ങനെയാണ്. അത്ര അടുത്തൊരു ബന്ധമാണ്. എന്ത് കാര്യത്തിനും എടി സുലോമി അത് തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അല്ലേ? ഓക്കെ. അത് എപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ ഫുൾ ടൈം വിളിച്ചോണ്ടിരിക്കും. ഈ അച്ഛൻ്റെ അവസാന കാലഘട്ടമൊക്കെ ഒരു വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ
ഒന്ന് പ്രധാനമായിട്ടും അസുഖം, ഷുഗർ, പ്രഷർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും വ്യായാമമൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പം അച്ഛനെ സംബന്ധിച്ച് അതിനും സമയം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സിനിമാ നടന്മാരെക്കാളും തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു വി.ഡി. രാജപ്പൻ. ദിവസേന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കഥാപ്രസംഗം. പിന്നെ ഇതിനൊക്കെ എവിടെ സമയം കിട്ടുന്നേ? അതൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. സത്യത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ സംശയത്തോടു കൂടിയായിരുന്നു വന്നത്. കാരണം രാജേഷ് എനിക്കിതൊരു ചെയ്യാനായിട്ടൊരു പെർമിഷൻ തരുമോ എന്നുള്ളൊരു സംശയം സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു. അല്ല, അതിനൊരു കാരണമുണ്ട്. കാരണം മുമ്പ് ഇതേപോലെ ഏതോ ഒരു ഓൺലൈൻ ചാനലുകാർ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് വി.ഡി. രാജപ്പൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ്, ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനാവശ്യമായ ഒരു ഗോസിപ്പ് അടിച്ചിറക്കി ഒരു ന്യൂസ് കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. തീർച്ചയായിട്ടും. നിങ്ങളെ സത്യത്തിൽ രണ്ടുപേരെയും ആരാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം? അച്ഛൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും സജഷൻ ഒന്നും ഇല്ല. എല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിന് വിട്ടു. അതത്രേ ഉള്ളൂ. കാരണം നമ്മളോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ആരാകണമെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. 80-ലേറെ സിനിമകളിൽ വി.ഡി. രാജപ്പൻ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അച്ഛനെ ഒരു സിനിമാ നടനായിട്ട് കാണുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ ഒരു കാഥികനായിട്ട് കാണുന്നതായിരുന്നു ഇഷ്ടം? അതെനിക്ക് തോന്നുന്നത് കാഥികനായിട്ട് കാണുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ചില സ്റ്റേജിൽ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ആൾക്കാർ ജനങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ തല്ലുമെന്ന് പറയുന്നത് അതുപോലത്തെ കോമഡി പറയും. ശരിയാ. കാരണം ഏതോ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. ഇല്ല. അങ്ങനെ 1-2 ഞാൻ പേടിച്ചു പോയൊരു കോമഡി ഉണ്ട്. ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ ഇരിക്കുക, അച്ഛനെ കഥ പറയുക. അപ്പം ഈ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു ചാക്കോച്ചേട്ടൻ എന്ന് പറഞ്ഞ ആള്, പുള്ളിയുടെ 3 മക്കളിൽ ഒരാൾ വിദേശത്താണ്. മോള് വിദേശത്ത് പോയിട്ട് വന്നപ്പോൾ ഈ ഖദർ സിൽക്കിന്റെ ഒരു തുണി കൊടുത്തു ജുബാദിക്കാൻ. അപ്പം അതുമായിട്ട് അച്ഛൻ ഈ ചാക്കോച്ചേട്ടൻ തയ്യക്കട ചെന്നപ്പം ഈ തുണി തികയാതെ വന്നപ്പോൾ പറഞ്ഞ് അണ്ടർവെയർ തയ്ച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ 3 അണ്ടർവെയർ തയ്ച്ചു. എനിക്ക് ഏതാണ്ട് മനസ്സിലായി. ഇത് തയ്ച്ചിട്ട് പുള്ളി വെച്ചാൽ ഇത് ഇത്ര വില കൂടിയ തുണിയല്ലേ, അപ്പോൾ ഈ സ്റ്റേജിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ ചാക്കോച്ചേട്ടൻ എന്നും വൈകുന്നേരം ഈ അണ്ടർവെയർ ധരിച്ചിട്ട് ഈ മുണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണിക്കണം, കവലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഈ അപ്പോൾ അച്ഛനിങ്ങനെ സ്റ്റേജിൽ മുണ്ട് പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ഒരു ദിവസം ഈ ചാക്കോച്ചേട്ടൻ ഇത് ഇടാൻ മറന്നുപോയിട്ട് പുള്ളി ഈ പറഞ്ഞ പോലെ എന്നും പോകുന്ന പോലെ പുള്ളി മുണ്ട് പൊക്കി പിടിച്ച് കവലെ കൂടെ പോയപ്പോൾ ഈ കവല ഇരുന്ന പിള്ളേർ വിളിച്ചു വെച്ച്, ചാക്കോച്ചേട്ടാ ഇത് എന്നാ സാധനമാന്ന്. അപ്പൊ ചാക്കോച്ചേട്ടൻ തിരിച്ച് പിള്ളേരുടെ വിളിച്ചു പറഞ്ഞു, എടാ എന്റെ മോള് വിദേശത്ത് കൊണ്ടുവന്ന 2 വേറെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി, ശരിക്കും പേടിച്ചു. കാരണം ഇങ്ങനെയൊക്കെ ഒരു ജനങ്ങൾ, പക്ഷെ എന്റെ ചിന്താഗതി പോലെ അല്ലായിരുന്നു. ഈ പറഞ്ഞ മനുഷ്യരെല്ലാം ചിരിച്ചു മറിയുമായിരുന്നു. തീർച്ചയായിട്ടും. അത്രയും ആളുകൾ ഇരിക്കുന്ന സ്റ്റേജിലേ ഇങ്ങനെ ഒരു ഹ്യൂമർ വരുമ്പോൾ, കാരണം അതില് ഒരിത്തിരി ഉണ്ടെങ്കിലും അത് ആൾക്കാർക്ക് സ്വീകാര്യമായ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹം പറയുന്നതിന്റെ ആ ഒരു ശൈലി അങ്ങനെ. അതെ, അല്ല പച്ചയ്ക്ക് അങ്ങ് പറയുകയല്ല, അല്ല എന്നാൽ ഇതിനകത്ത് വേണ്ടുന്ന മേമ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിച്ചിരുന്നത്. ഈ സിനിമയിൽ പിന്നെ 80ഓളം സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ കഥാപ്രസംഗം, സിനിമ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലും ആയിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥ അന്നേരം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു കളർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാ. കാരണം അത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അച്ഛൻ്റെ ആവശ്യത്തിനുള്ള പൈസയൊന്നും കരുതിയിട്ടില്ല, ഒരു സേവിങ്സും ഇല്ല. പിന്നെ പുള്ളിക്ക് കിട്ടുന്ന എത്രയോ എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അതിന് അപ്പോഴേ അത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ കേട്ടിരുന്നു. നാട്ടുകാരായിരിക്കാം, പരിചയക്കാരായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, ആര് വന്നും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അന്നേരം നടത്തി കൊടുക്കുക. കഴുത്തേക്ക് മാലയൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട്.
രണ്ടോ മൂന്നോ മാല ഊരി കൊടുത്തിട്ടുണ്ട് എനിക്കത്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നു. നേരെ ഇരുട്ടി വരുന്നു. ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വെറും ഇരുട്ട് മാത്രമേ കാണൂ, നിഴൽ മാത്രമേ കാണൂ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വന്ന ഓട്ടോറിക്ഷയാണ് ദൂ അങ്ങ് കിടക്കുന്നത്. ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നൊരു കാര്യം എന്താണ്? അത് മിസ് ചെയ്യുന്ന പറഞ്ഞാൽ അച്ഛൻ ഉള്ള സമയത്തായിരുന്നെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രത്യേക വൈബായിരുന്നു ഉണ്ടായിരുന്നു വീട്ടിലും എല്ലാ സമയത്തും. പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ അതൊരു അനുഭവത്തിൽ കൂടെ അറിയുന്ന കാര്യങ്ങൾ. അച്ഛന് കിടുവായിരുന്നു. കിടുന്ന് പറഞ്ഞാൽ അമിതാഭിനോട് എങ്ങനെയായിരുന്നു? നല്ല സ്നേഹത്തോടെ ആയിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അമിതാഭിന് എന്തെങ്കിലും കൊണ്ടുവരും? ഞാൻ പറയുന്നതെല്ലാം വാങ്ങിച്ചിരിക്കുന്നു. പറയണ്ട, ചുമ്മാ നോക്കിയാ മതി. അപ്പം ഇവിടെ വരുമ്പോ തന്നെ എന്റെ സൗണ്ട് കേട്ടോ ഉടനെ വിളിച്ചിട്ട് നേരെ കയറി ചെല്ലുന്നു, റൂമിൽ ചെന്ന് കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് മറ്റേ തലമുണക്കടി പൈസയൊക്കെ ആണ്, അതൊക്കെ എടുത്ത് കൈ തരും. പക്ഷെ അത് ആരും പറഞ്ഞില്ലായിരുന്നു. അത് അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം ആസ്ത്രി ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ വല്ലാണ്ടായിപ്പോയി. കോട്ടയം ടൗണിൽ നിന്നും 3 മൈൽ നടന്നാൽ നാട്ടകം കുന്നുംപുറം കാണാം. നമുക്ക് നാട്ടകം കുന്നുംപുറം കാണാം. പച്ചപ്പട്ടുടുത്ത് ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികൾ കാണാം. കോട്ടയം ടൗണിൽ നിന്നും 3 മൈൽ നടന്ന നാട്ടകം കുന്നുംപുറം കാണാം.